ഹായ്, ഗ്രേസ് ഓഫ് ഗോഡ് മെലഡീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ 49ാമത്തെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ട തുജെ ദേക്കാ തോയ ജാനാസനം എന്ന് പറയുന്ന ഹിന്ദി സോങ്ങിൻ്റെ, ഷാരൂഖ് ഖാൻ മൂവിയിലെ സോങ്ങിൻ്റെ പല്ലവി നമ്മൾ കണ്ടു. അപ്പോൾ ഇന്ന് അനുപല്ലവിയാണ് പഠിക്കുന്നത്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ എല്ലാവരും പല്ലവി പഠിച്ചെന്ന് വിശ്വസിക്കുന്നു. അനുപല്ലവി നമുക്ക് ഓരോ ലൈൻ ബൈ ലൈനായിട്ട് നമുക്ക് പഠിക്കാം. അപ്പം ആദ്യത്തെ ലൈനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ ലൈൻ ഞാൻ ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. ഇതാണ് ആദ്യത്തെ ലൈൻ. 2 ബാറായിട്ടാണ് വായിക്കേണ്ടത്. അപ്പം ആദ്യത്തെ ലൈൻ്റെ ഭാഗം എന്ന് പറയുന്നത്, അപ്പം അതിൽ നോട്ടെന്ന് പറയുന്നത് ജി ജി ഷാർപ്പ് സി ജി, ജി ജി ഷാർപ്പ് സി ജി, ജി ജി ഷാർപ്പ് സി ജി, ജി ജി ഷാർപ്പ് സി ജി ജി. ഓക്കെ, അടുത്ത ഭാഗം എന്ന് പറയുന്നത് ഒരു ചെറിയ വ്യത്യാസമേ ഉള്ളൂ. അതിൻ്റെ നോട്ടെന്ന് പറയുന്നത്, ജി ജി ഷാർപ്പ് സി ബി സി ജി. അതിനിടയ്ക്ക് ഒരു ബി എന്ന് പറയുന്ന നോട്ട് ആഡ് ചെയ്ത് വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം അതിൻ്റെ നോട്ടെന്ന് പറയുന്നത് ഒന്നുകൂടെ പറഞ്ഞുതരാം. ജി ജി ഷ സി ബി സി ജി. ഓക്കെ, ജി ജി ഷ സി ബി സി ജി. ഒന്നുകൂടെ പറഞ്ഞുതരാം. ജി ജി ഷ സി ബി സി ജി. ഇതാണ് ആദ്യത്തെ ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, ഒന്ന് വായിച്ച് നോക്കുക. ഇതാണ് ആദ്യത്തെ ലൈൻ. ഇനി രണ്ടാമത്തെ ലൈൻ. അപ്പോൾ രണ്ടാമത്തെ ലൈൻ എന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ. രണ്ടാമത്തെ ലൈൻ എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ നോട്ടെന്ന് പറയുന്നത് എഫ് ജി ജി ഷാർപ്പ്, എഫ് ജി ജി ഷാർപ്പ്, എഫ് ജി ജി ഷാർപ്പ്, എഫ് ജി ജി ഷാർപ്പ്, ഡി 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 ഡി, വീണ്ടും ഡി ജി ഷാർപ്പ് ജി, ഡി ജി ഷാർപ്പ് ജി. ഒന്നുകൂടെ പറഞ്ഞു തരാം. എഫ് ജി ജി ഷാർപ്പ് ഡി, പിന്നെ ഡി ജി ഷാർപ്പ് ജി. ഓക്കെ, ഒന്നുകൂടെ പറഞ്ഞുതരാം. എഫ് ജി ജി ഷാർപ്പ് ഡി, ഡി ജി ഷാർപ്പ് ജി. ഓക്കെ, അത് വായിക്കേണ്ടത് വളരെ എളുപ്പമാണ് അത് വായിക്കാനായിട്ട്. അപ്പോൾ ഇനി അടുത്ത ലൈൻ വായിച്ച് കേൾപ്പിക്കാം. ഓക്കെ, ഇത്രേ ഉള്ളൂ അടുത്ത ലൈൻ എന്ന് പറയുന്നത്. അതിൻ്റെ നോട്ടെന്ന് പറയുന്നത് ജി എഫ് ജി, ജി എഫ് ജി, ജി എഫ് ജി, ജി എഫ് ജി, ഡി ഷാർപ്പ് ഡി സി, ഡി ഷാർപ്പ് ഡി സി, ഡി ഷാർപ്പ് ഡി സി, ജി എഫ് ജി, ഡി ഷാർപ്പ് ജി, ഡി ഷാർപ്പ് ഡി സി, സോറി, ജി എഫ് ജി, ഡി ഷാർപ്പ് ഡി സി. അതുപോലെ പറഞ്ഞുതരാം. ജി എഫ് ജി, ഡി ഷാർപ്പ് ഡി സി. അടുത്തത് ജി എഫ് ജി, ഡി ഡി ഷാർപ്പ് എഫ്, ഡി ഡി ഷാർപ്പ് എഫ്, ജി എഫ് ജി, ഡി ഡി ഷാർപ്പ് എഫ്. ഒന്നുകൂടെ പറഞ്ഞുതരാം. ജി എഫ് ജി, ഡി ഡി ഷാർപ്പ് എഫ്. അപ്പോൾ അത് വായിക്കേണ്ടത് ഓക്കെ. ഇനി ലാസ്റ്റ് ഭാഗം അത് വായിക്കേണ്ടത് ടോപ്പിലാണ്. അപ്പോൾ അതിൻ്റെ ഭാഗം എന്ന് പറയുന്നത് ഇതാണ്. അതിൻ്റെ നോട്ടെന്ന് പറയുന്നത്. അപ്പോൾ അത് നോക്കേണ്ടത് എഫ് 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 എ ഷാർപ്പ്, എഫ് 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 എ ഷാർപ്പ്. ഓക്കെ, എഫ് 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 എ ഷാർപ്പ്, എഫ് 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 എ ഷാർപ്പ്,
അത് കഴിഞ്ഞിട്ട് എ ഷാർപ്പ് ജി ഷാർപ്പ് എ ഷാർപ്പ്, എ ഷാർപ്പ് ജി ഷാർപ്പ് എ ഷാർപ്പ്, എ ഷാർപ്പ് ജി ഷാർപ്പ് എ ഷാർപ്പ്. ഓക്കെ, എ ഷാർപ്പ് ജി ഷാർപ്പ് എ ഷാർപ്പ്. അത് കഴിഞ്ഞിട്ട് ജി ജി ഷാർപ്പ്, ജി ഷാർപ്പ് ജി, ജി ജി ഷാർപ്പ് ജി. അത് ഈ രണ്ട് നോട്ടുകൾ വെച്ചാണ് വരുന്നത്. ആദ്യത്തെ ജി ഷാർപ്പ് ജി, അടുത്തത് എഫ് ഡി ഷാർപ്പ്, എഫ് ഡി ഷാർപ്പ്, അടുത്തത് എഫ് ഡി ഷാർപ്പ്, അടുത്തത് ഡി സി, ഡി സി. അതിൻ്റെ ഫുൾ നോട്ട് പറഞ്ഞുതരാം. എഫ് 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 എ ഷാർപ്പ്, അടുത്തത് എ ഷാർപ്പ് ജി ഷാർപ്പ് എ ഷാർപ്പ്, അടുത്തത് ജി ഷാർപ്പ് ജി, അടുത്തത് എഫ് ഡി ഷാർപ്പ് ഡി സി. ഇതാണ് നോട്ട്. അത് വായിക്കേണ്ടത്. ഇതാണ്, ഇത്രേ ഉള്ളൂ അതിൻ്റെ നോട്ട്. അത് ഇതിൻ്റെ ഈ പല്ലവിയുടെ ആദ്യത്തെ 2 ലൈൻ അത് ആവർത്തിച്ച് വരുന്നു, അങ്ങനെയാണ് അതിൻ്റെ ഫുള്ളായിട്ട് വരുന്നത്. അപ്പം ഇത്രേ ഉള്ളൂ നോട്ട്, ഇത്രേ ഉള്ളൂ. അത് നമ്മൾ കേട്ട് വായിക്കാമെന്ന് മാത്രമേ. അപ്പോൾ ഞാൻ അനുപല്ലവിയുടെ ഫുൾ ഭാഗം ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. ഓക്കെ. ഒന്നുകൂടെ. അടുത്തത് ലാസ്റ്റ് ഭാഗം. ഇത്രേ ഉള്ളൂ ആ പാട്ട് വായിക്കാനായിട്ട്. വളരെ സിമ്പിളായിട്ടുള്ളതാണ്. ഇനി നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക. നിർദ്ദേശങ്ങൾ, അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക. നിങ്ങളുടെ മുന്നിലേക്ക് ആദ്യമായിട്ടാണ് ചാനൽ എത്തുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കുകൾ നൽകി നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, മാക്സിമം നമ്മുടെ വീഡിയോസൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഓൺലൈൻ ക്ലാസ് അവൈലബിൾ ആണ്, വിളിക്കുക. നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട്, നമ്പർ തരുന്നുണ്ട്, വിളിക്കുക. പിന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ എന്താണ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.